രമ്യ ഹരിദാസിൻ്റെ തോൽവിക്ക് പിന്നാലെ രമ്യ ഹരിദാസ് നടത്തിയ ചില ഏറ്റുപറച്ചിലുകളും ചില കുമ്പസാരങ്ങളുമാണ് മാധ്യമരംഗത്ത് വിവാദമായി ചർച്ചകളെ കൊഴുപ്പിക്കുന്നത്. മറുനാടനുമായി ചേർന്നതാണ് രമ്യയ്ക്ക് തിരിച്ചടിയായതെന്നാണ് രമ്യ ഒരു കുമ്പസാരത്തിൽ അല്ലെങ്കിൽ കുമ്പസാരത്തിൻ്റെ ഒരു ഭാഗത്ത് വെളിപ്പെടുത്തിയതും. അത് മീഡിയ ഒക്കെ തന്നെ സ്ക്രീൻഷോട്ടുകളായും ട്രോളുകളായും ഒക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്. മറുനാടൻ ഉടമയായ MD ആയ ശ്രീ ഷാജൻ സ്കറിയയോട് ബഹുഭൂരിപക്ഷം ഇടത് അനുയായികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമികൾക്കും വിരോധമുണ്ട്. കാരണം അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള തുറന്ന യുദ്ധത്തിലാണ്. അത് രമ്യയ്ക്ക് ഗുണം ചെയ്തില്ല. രമ്യയുടെ പരാജയത്തിന് അത് കാരണമായി എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അങ്ങനെ രമ്യയെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേ അവസരം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിമുഖങ്ങളും മറുനാടനിൽ വന്നിട്ടുണ്ട്. ശ്രീ ഷാജൻ സ്കറിയ ആ അഭിമുഖവും തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു, പ്രിയപ്പെട്ട അനുജൻ വിജയിച്ചു, അനുജത്തി തോറ്റതിൽ സങ്കടമുണ്ടെന്ന്. അതുകൊണ്ട് ആനന്ദിക്കാനുമില്ല, ആവേശവുമില്ല, ആഘോഷവുമില്ല എന്ന തരത്തിലൊരു FB കുറിപ്പ് ശ്രീ ഷാജൻ സ്കറിയ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുമില്ല പ്രേക്ഷകരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ വോട്ട് നേടാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? അത് ലീഗിന് 20% വോട്ട് ആ മണ്ഡലത്തിലുണ്ട്. ആ മുഴുവൻ വോട്ടുകളും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. അവിടെ അപ്പോൾ ഈ മറുനാടൻ ഷാജനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധമൊന്നും പ്രശ്നമായില്ല. അപ്പോൾ ഷാജൻ സ്കറിയയെ ആരും വിമർശിച്ചില്ല. വിജയിച്ചപ്പോൾ ഷാജൻ സ്കറിയയുടെ നിലപാടുകളൊന്നും പ്രശ്നമല്ല. കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ SDPIക്കാർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതാണല്ലോ. രമ്യ ഹരിദാസിന് സംഭവിച്ചത് ആക്ച്വലി ശ്രീ ഷാജൻ സ്കറിയയുമായുള്ള സൗഹൃദമോ അല്ലെങ്കിൽ മറുനാടനെ പിന്തുണച്ചത് കൊണ്ടുള്ള ഇഷ്ടക്കേടോ അല്ല. രമ്യ ഹരിദാസ് അമ്പെ പരാജയപ്പെട്ട ഒരു MP ആയിരുന്നു. അവരുടെ വാക്കുകൾ വെറുതെ പാട്ടുപാടി നടന്നാൽ പോരാ, മണ്ഡലത്തിൽ ജോലി ചെയ്യണം. ആലത്തൂരിൽ നിന്ന് അവർ ആദ്യം MP ആകുമ്പോൾ അവർക്ക് 1,87,000 രൂപയാണ് അലവൻസുകൾ ഉൾപ്പെടെ ശമ്പള ഇനത്തിൽ കിട്ടുന്നത്, അവരുടെ അക്കൗണ്ടിൽ വരുന്നത്. അവർക്ക് ഇന്നോവ കാറുണ്ട്, അതിനകത്ത് ഡീസൽ അടിക്കണം. അവരുടെ ഓഫീസ് സ്റ്റാഫുകൾ, ഒരു സ്റ്റാഫിനെയാണ് സർക്കാർ ശമ്പളം കൊടുക്കുകയുള്ളൂ. മറ്റ് മണ്ഡലത്തിൽ 2 സ്റ്റാഫുകളെ കൂടി വെച്ച് അവർക്ക് ശമ്പളം കൊടുക്കണം. ഇങ്ങനെ പരിദേവനങ്ങൾ പറഞ്ഞ് പട്ടിണിയാണ് എന്ന് പറഞ്ഞ് ആ തുക തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടന്ന രമ്യയെ അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് പൊങ്ങച്ചക്കാരിയാണ്, ഇവളെ ഇനിയും വിജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവൾ പൊങ്ങച്ചനടിച്ച് നടക്കുകയുള്ളൂ, ഇവൾ ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന ആളല്ല എന്ന് അവിടുത്തെ വോട്ടർമാരാണ് തീരുമാനിച്ചത്. അറിയാമല്ലോ, ചേലക്കര മണ്ഡലം കമ്മിറ്റിയിലെ കോൺഗ്രസ് അണികളും നേതാക്കളുമൊക്കെ പരസ്പരം നടത്തിയ ശബ്ദ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ. അതിനകത്ത് നേതാക്കൾ എന്താണ് പറയുന്നത്? രമ്യ 100% തോറ്റ സ്ഥാനാർത്ഥിയാണ്. ആലത്തൂരിലെ തോൽവി ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. 7 മാസം കഴിയുമ്പോൾ വീണ്ടും തൊട്ടടുത്ത മണ്ഡലം ചേലക്കരയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുകയാണ്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മറ്റ് സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അവിടെ തന്നെ VP സുധീറൊക്കെ ഉണ്ടായിരുന്നു. സുധീറൊക്കെ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോഴാണ് ആകെ പിണങ്ങി PV അൻവറിൻ്റെ ക്യാമ്പിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കുക, മറുനാടൻ മലയാളിയുമായുള്ള ചങ്ങാത്തമല്ല. ഉടനെ രമ്യയോട് പറയുകയാണ്, നിങ്ങൾക്ക് മുസ്ലിം വോട്ട് ലഭിച്ചില്ല. മുസ്ലിം വോട്ട് ലഭിക്കാത്തതിന് കാരണം നിങ്ങൾ ഷാജൻ സ്കറിയയെ പിന്തുണച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിം വോട്ടുകൾ ലഭിക്കാത്തത്. ഉടനെ രമ്യ പറയുകയാണ്, ഷാജൻ സ്കറിയയുമായി വ്യക്തിപരമായ യാതൊരു പിന്തുണയുമില്ല, അയാൾ എഴുതുന്ന വാർത്തകളിൽ 100% യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഫേസ്ബുക്കിൽ എഴുതി പിടിപ്പിക്കുകയാണ്. ഇത് ഷാജൻ സ്കറിയ കൃത്യമായി നിരീക്ഷിച്ച് പറയുന്നുണ്ട്. ചില രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇതൊക്കെ. വേനലുകൾ പലത് താണ്ടിയാണ് താൻ വന്നത്, ഇവിടെ തന്നെ ഉണ്ടാകും. ഇസ്ലാമിനെതിരെയല്ല, അതായത് മുസ്ലിം സമുദായത്തിനെതിരെയല്ല തൻ്റെ പോരാട്ടം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയാണ് തൻ്റെ തുറന്ന യുദ്ധം. അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രമ്യ ഹരിദാസ് തള്ളിപ്പറഞ്ഞതൊക്കെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ്. കാരണം രമ്യ ഹരിദാസിന് ഒരു 10 പൈസയുടെ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതില്ല. കാരണം തൊട്ടടുത്ത പാലക്കാട് SDPIയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതുപോലെ തന്നെ മറുനാടൻ ഷാജൻ സ്കറിയയുടെ അഭിമുഖത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ, മറുനാടനിൽ വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവിടെ പിന്തുണയ്ക്കുമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് പിന്തുണയ്ക്കില്ല? അപ്പോൾ രമ്യയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങൾ മറുനാടന് പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന്. അത് രമ്യ അതേപടി വിശ്വസിക്കുകയും ചെയ്തു. ഒരു കാലണയ്ക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതുമായിരുന്നില്ല രമ്യ എന്ന തിരിച്ചറിവ് കേരള ജനതയ്ക്കുണ്ട്. ഏതായാലും മറുനാടൻ ഷാജൻ സ്കറിയ അത് കൃത്യമായി FBയിൽ കുറിച്ചിട്ടും ഉണ്ട്.